studying versus earning potential after education. പഠനത്തിൽ ചെലവാകുന്ന ട്യൂഷൻ ഫീസും പഠിക്കുമ്പോൾ പാർട്ട് ടൈമിലൂടെ കിട്ടുന്ന ഏണിങ്സും പഠിച്ചു കഴിഞ്ഞ് പെർമനന്റ് ജോബിലൂടെ കിട്ടുന്ന ഏണിങ്സും ബാലൻസ് ചെയ്യാൻ അബ്രോഡ് സ്റ്റഡി ഈസി അല്ലേ? എന്നാൽ കുറച്ച് കൺട്രീസിനെ കുറിച്ച് അറിഞ്ഞാലോ? ആദ്യം തന്നെ UK. കോസ്റ്റ് ഓഫ് സ്റ്റഡി വരുന്നത് 15 ലക്ഷം തൊട്ട് 25 ലക്ഷം വരെ. ലിവിംഗ് കോസ്റ്റ് ആണെങ്കിലോ 12 ലക്ഷം. എന്നാൽ പഠനത്തിന് ശേഷം സ്റ്റാർട്ടിംഗ് സാലറി ആണെങ്കിലോ 25 ലക്ഷം മുതൽ 35 ലക്ഷം വരെ പെർ ഇയർ ആണ് പറയുന്നത്. അടുത്തതായി കാനഡ. കോസ്റ്റ് ഓഫ് സ്റ്റഡി വരുന്നത് 9 ലക്ഷം തൊട്ട് 18 ലക്ഷം വരെയും ലിവിംഗ് എക്സ്പെൻസ് വരുന്നതാണെങ്കിലോ 6 ലക്ഷം തൊട്ട് 9 ലക്ഷം വരെ. ഇനി പഠിച്ചു കഴിഞ്ഞ ഒരു പെർമനന്റ് ജോബിലേക്ക് കയറി കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സാലറി എത്രയാണെന്നല്ലേ? 24 ലക്ഷം തൊട്ട് 34 ലക്ഷം വരെയാണ് പെർ ഇയർ ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ ഓസ്ട്രേലിയ. സ്റ്റഡി കോസ്റ്റ് വരുന്നത് 11 ലക്ഷം തൊട്ട് 22 ലക്ഷം വരെയും ലിവിംഗ് എക്സ്പെൻസ് ആയിക്കോട്ടെ 10 ലക്ഷം തൊട്ട് 13 ലക്ഷം വരെയും. ഇനി സ്റ്റാർട്ടിംഗ് സാലറി അറിയണ്ടേ? 28 ലക്ഷം തൊട്ട് 40 ലക്ഷം വരെയാണ് പെർ ഇയർ ലഭിക്കുന്നത്. അടുത്ത കൺട്രി ഏതാണെന്നല്ലേ? അയർലൻഡ്. നമുക്ക് 9 ലക്ഷം തൊട്ട് 18 ലക്ഷം വരെയാണ് കോസ്റ്റ് ഓഫ് സ്റ്റഡി വരുന്നത്. ഇപ്പൊ ലിവിംഗ് എക്സ്പെൻസ് ആണെങ്കിലോ 6 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ. സ്റ്റാർട്ടിംഗ് സാലറി എത്രയാണെന്ന് അറിയണ്ടേ? പെർ ഇയർ 27 ലക്ഷം തൊട്ട് 40 ലക്ഷം വരെ. അടുത്തതായി ന്യൂസിലൻഡ്. കോസ്റ്റ് ഓഫ് സ്റ്റഡി അറിയണ്ടേ? 7.5 ലക്ഷം തൊട്ട് 15 ലക്ഷം വരെ. ഇനി ലിവിംഗ് കോസ്റ്റ് ആണെങ്കിലോ 6 ലക്ഷം. ഇപ്പം പഠനത്തിന് ശേഷം ഒരു ജോബിലേക്ക് കയറി കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സാലറി എത്രയാണെന്നല്ലേ? പെർ ഇയർ 22 ലക്ഷം തൊട്ട് 27 ലക്ഷം വരെയാണ്. ദ ലാസ്റ്റ് കൺട്രി ഈസ് ജർമ്മനി. കോസ്റ്റ് ഓഫ് സ്റ്റഡി അറിയണ്ടേ? 8 ലക്ഷം തുടങ്ങി 15 ലക്ഷം വരെ. ഇനി ലിവിംഗ് കോസ്റ്റ് ആണെങ്കിലോ 7 ലക്ഷം തുടങ്ങി 9 ലക്ഷം വരെ. ഇനിയിപ്പോ ഒരു പെർമനന്റ് ജോബിലേക്ക് കയറി പെർ ഇയർ സ്റ്റാർട്ടിംഗ് സാലറി അറിയണ്ടേ? 34 തൊട്ട് 56 ലക്ഷം വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. ഇനിയുമുണ്ട് ഒരുപാട് കൺട്രീസും കമ്പാരിസണും. ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ? We help you choose right country, course and path for maximum return. Connect with global space, study abroad. Study smart, earn smarter.